നമ്മളിന്ന് സ്കോട്ട്ലൻഡിലെ ഒരു ലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ കൂടെ നിബു ഉണ്ട്. ഈ ലേക്ക് എന്ന് പറഞ്ഞ ലോക്കിന്റെ പേരാണ് നിങ്ങളെ കൊണ്ട് അട്രാക്ട് ചെയ്തത്. കാരണം സ്കോട്ട്ലൻഡ് വിസ്കിയുടെ നാടാണെങ്കിലും ലോക്ക് ബ്രാൻഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലേക്ക് എക്സ്പ്ലോർ ചെയ്യാനാണ് പോകുന്നത്. നമ്മൾ ഡണ്ടി സിറ്റിയിൽ നിന്ന് പോകും. ഞാനും നിബും സുധീഷും നമ്മൾ 3 പേരാണ് ഇവിടുന്ന് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. ഏകദേശം 1 മണിക്കൂർ ഡ്രൈവിന് ശേഷം ഞങ്ങൾ ക്ലോവ എന്ന് പറയുന്ന വില്ലേജിലെത്തി. അവിടെ ഒരു ഹോട്ടലും ഉണ്ട്. ഇവിടെ നിന്നാണ് ട്രെക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രെക്കിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന 5 മൈൽ, അതായത് 8 കിലോമീറ്ററാണ് ടോട്ടൽ. ഇതൊരു ബിഗിനേഴ്സ് ട്രെക്കാണ്, അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് എന്ന് പറയാം. ഞാൻ ഇതിൻ്റെ റിവ്യൂവിലെല്ലാം 9 വയസ്സായ കുട്ടികൾ വരെ ഈ ട്രെക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യുന്നുണ്ട്. തുടക്കം കുറച്ച് സ്റ്റീപ്പാണ്, ശേഷം വളരെ സുഖമായിട്ട് നടക്കാൻ പറ്റുന്ന ഒരു ട്രെയിലാണ്. കൃത്യമായ ട്രെയിലെല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പോകുന്ന വഴിക്കെല്ലാം ഞങ്ങൾ ഇതുപോലത്തെ കുറേ ഗസ്റ്റ് ഹൗസുകൾ കണ്ട്, അതുപോലെ ചെറിയ ഷാലറ്റുകൾ. ഒത്തിരി പേര് ഇവിടെ താമസിക്കുന്നുണ്ട് ഈ വാലിയുടെ താഴെ. ഈ ലോക്ക് വിസിറ്റ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈമായിട്ട് കാണിച്ചിരിക്കുന്നത് മെയ് മുതൽ ഓഗസ്റ്റ് വരെയാണ്. ഈ ട്രെക്കിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് എല്ലായിടത്തും പറയുന്നത് ചെറിയ എഫേർട്ട് ഇട്ട് നമുക്കൊരു ഹൈക്കിംഗ് ഫീൽ കിട്ടും. അതായത് ഒരു ചെറിയ ഡിസ്റ്റൻസിലൊരു ഹൈക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ടൊരു വ്യൂ കിട്ടും. ഗേറ്റൊക്കെ ഉണ്ട് ഈ വഴിക്ക്. ഗേറ്റ് കടന്നിട്ട് വേണം നമ്മൾ പോകാൻ. നമ്മൾ കേരകോം നാഷണൽ പാർക്കിൻ്റെ മറ്റൊരു ഏരിയയിലേക്കാണ് പോകുന്നത്. അവിടെയാണ് ഈ ലോക്ക് ബ്രാഞ്ച് ഉള്ളത്. ഇങ്ങോട്ട് വാ, ഇതിലേ പോവാം. ഏകദേശം 4500 സ്ക്വയർ കിലോമീറ്ററോളം വ്യാപിച്ച് കിടക്കുന്ന വലിയൊരു നാഷണൽ പാർക്കാണ് ഈ കേർഗോം നാഷണൽ പാർക്ക്. ജിയോഗ്രഫിക്കലി ഇതൊരു അപ്ലാൻഡ് പ്ലേറ്റോയിൽ വരുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചെടികളാണെങ്കിലും ഇവിടുത്തെ എല്ലാ സംഭവങ്ങളും ഭയങ്കര ഭംഗിയായിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ നാട്ടിലിപ്പോൾ ഊട്ടിയും കൊടൈക്കനാലും ഒരു അപ്ലൻഡ് വേറൊരു പ്ലേറ്റോ ആയിട്ട് കിടക്കുന്നുണ്ട്. അവിടുത്തെ എല്ലാ ചെടികളും എല്ലാത്തിനും ഒരു ഭംഗിയില്ലേ. അതുപോലെ നമ്മൾ നോർമൽ സ്കോട്ട്ലൻഡിൽ നിന്ന് ഈ ഒരു കേർഗോം നാഷണൽ പാർക്കല്ലേ നോർത്ത് ഈസ്റ്റേൺ സ്കോട്ട്ലൻഡ് ഏരിയയിലേക്ക് കയറുമ്പോഴെല്ലാം എല്ലാ കാര്യങ്ങളും ഭയങ്കര ഭംഗിയായിരിക്കും. പ്രത്യേകിച്ച് ഓട്ടം സീസണൊക്കെ വരുമ്പോൾ ഇവിടുത്തെ കളേഴ്സ് എല്ലാം കുറച്ച് ഡീപ്പ് കളേഴ്സായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. സംഭവം ഒരു ബിഗിനർ ലെവൽ ട്രെക്കാണെങ്കിലും കാലങ്ങൾക്ക് ശേഷം മല കയറുന്നതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ട്. പിന്നെ ഈ ഹൈക്കിൻ്റെ ഒരു രസം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് വ്യൂ എല്ലാം പുറകിലാണ് വരുന്നത്. ദൂരെ നോക്കുമ്പോൾ നമുക്ക് ആ വാലിയുടെ മൊത്തത്തിലുള്ളൊരു ഭംഗി കിട്ടും. ചെറിയ രീതിയിൽ കാശ്മീരിലെ പെഹൽഗാമിൻ്റെ ഒരു സ്റ്റൈലാണ് ഇതിനെ നമുക്ക് വേണമെങ്കിൽ പെഹൽഗാം ഓഫ് ദി വെസ്റ്റ് എന്ന് പറയാം. പക്ഷേ കാശ്മീരി മൗണ്ടൻ്റെ അത്ര ഹൈറ്റോ അല്ലെങ്കിൽ ആ ഒരു സ്നോ കവേർഡ് വ്യൂ ഒന്നുമില്ല. പക്ഷേ ഈ പൈൻ മരങ്ങളും വാലിയുടെ ഒരു ഭംഗിയൊക്കെ അതിനെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഹൈക്കിങ്ങിൽ എനിക്ക് ചെറിയൊരു പ്ലാനിങ് മിസ്റ്റേക്ക് പറ്റിപ്പോയി. ഒത്തിരി നേരത്തെ വരേണ്ടതായിരുന്നു. ലോക്ക് വരെ എത്താൻ പറ്റുമെന്നറിയില്ല. ഏകദേശം 1 അവറായി മല കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കിതപ്പുണ്ട്. എത്താനുള്ള പ്രതീക്ഷയിൽ നമ്മൾ മുന്നോട്ട് പോവാണ്. ഇനിയിപ്പോൾ എന്താ അഭിപ്രായം? നമ്മളിത് കയറി തീർക്കണോ വേണ്ടേ? ആണല്ലേ? തിരിച്ചെത്തുമ്പോൾ ഇരുട്ടാവുന്നേ ഉള്ളൂ, വേറെ സീനൊന്നുമില്ല. നോക്കട്ടെ. എന്തായാലും നല്ല വ്യൂ ആണ്. മുന്നോട്ട് കുറച്ച് ഫ്ലാറ്റാണ്. ഇതുവരെ വന്നപ്പോൾ ആ ഒരു വലിയ കയറ്റം കാണുന്നില്ല. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ്. ഹൈക്കിങ് ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ വെറുതെ ഇങ്ങനെ എണ്ണീട്ടൊക്കെയാണ് നടക്കുന്നത്. പിന്നെ കൂടെയുള്ള നിലമ്പൂർ ചുങ്കത്തറക്കാരനായ നിബു ഹൈത്തത്ര എന്ന് പറഞ്ഞിട്ട് സ്ലോവാക്യൻ ഏരിയയിൽ ഒരു മല കയറിയ കുറേ കഥകളൊക്കെ പറഞ്ഞ് അതിങ്ങനെ കേട്ട് നടക്കുമായിരുന്നു. എവിടെ ട്രക്കിങ്ങിന് പോയി? ഹൈത്തത്ര എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും കുറേ നടന്ന് 1 മണിക്കൂറോളം നടന്നിട്ടും ഒരേ ജിയോഗ്രഫി റിപ്പീറ്റ് ചെയ്ത് കാണുകയാണ്. ഇന്ന് എത്താൻ പറ്റുമെന്നൊരു പ്രതീക്ഷയില്ല. മഴ പെയ്യുമെന്നുള്ളൊരു പേടിയുണ്ട്. മഴ പെയ്ത നാട്ടിൽ പോലെയല്ല, ഇവിടെ ഒരുമാതിരി ഐസ് മഴയാണല്ലോ പെയ്യുന്നത്. അപ്പോൾ എന്തായാലും തിരിക്കുന്നില്ല. അവസാന യജ്ഞം. ഏറെക്കുറെ നമ്മൾ എത്തുന്നു. മറ്റൊരു മൗണ്ടൻ്റെ സൈഡിലൂടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോനെ എന്താ കാർമേഘം വരുന്നുണ്ട്. അതിന് മുമ്പ് നമുക്ക് ലൈക്കൊന്ന് കണ്ടിട്ട് പിരിയാം. നമ്മൾ ട്രക്ക് ചെയ്ത് വന്ന വഴിയാണിത്. ഈ വഴിയിലൂടെ നടന്ന് നമ്മുടെ ബ്രാൻഡി ലേക്കിലേക്കുള്ള കാഴ്ചയാണിത്. നമ്മൾ ലേക്ക് ബ്രാൻഡി എത്തിയിരിക്കുന്നു. നല്ലൊരു സ്റ്റണ്ണിങ് വ്യൂ ആണ് ഈ ചെറിയൊരു ട്രക്കിലൂടെ. ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടത് ഞങ്ങൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് മാത്രമാണ്. ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാൻ. എന്തുകൊണ്ടാണ് ഈ ലോക്കിന് ബ്രാൻഡി എന്ന പേര് വരാൻ കാരണം എന്ന് എവിടെ അന്വേഷിച്ചിട്ട് മനസ്സിലായില്ല. പോകുന്ന വഴി ചെറിയ ചതുപ്പുകളൊക്കെ ഉണ്ട്, പക്ഷെ മാനേജബിൾ ആണ്. അങ്ങനെ റിസ്ക് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല.
ഞങ്ങളിവിടെ ഒരു ഉച്ച കഴിഞ്ഞ് വന്നതുകൊണ്ട് ലേറ്റ് ആയതുകൊണ്ട് ഇവിടെ ട്രെക്കിന് വന്ന ആൾക്കാരെല്ലാം തിരിച്ചുപോയി. ഞങ്ങൾ ആദ്യം കയറി വരുമ്പോൾ കുറേ പേര് ഇറങ്ങി പോകുന്നതുണ്ട്. ഇപ്പം നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ശരിക്കും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ ഇവിടെ ടെൻ്റ് അടിച്ച് ഒരു ദിവസം താമസിക്കാൻ തോന്നും. ടെൻ്റ് അടിക്കാനും പറ്റും തോന്നുന്നു. പിന്നെ ഇങ്ങനത്തെ ട്രെക്കിന് വരുമ്പോൾ കഴിയുന്നതും രാവിലെ ഇറങ്ങുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കുമെന്ന് ഈ ട്രെക്ക് ഞങ്ങളെ പഠിപ്പിച്ചു. വളരെ ഫ്രഷ് ആയിട്ടുള്ള വാട്ടറാണ്. വി ഫീൽ റിയലി പ്യൂർ. ലോകത്തിലെ ഏറ്റവും നല്ല വെള്ളങ്ങളിലൊന്ന് സ്കോട്ട്ലൻഡിലെ വാട്ടറാണല്ലോ. അതിൻ്റെ ഒരു ഫീൽ ഇവിടുന്ന് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഞങ്ങളെ കൂടാതെ ഇവിടെ ഒരു സീകൾ പക്ഷിയും വന്നിരിപ്പുണ്ട്. സിറ്റികളിൽ ഇവന്മാർ ആക്രമണകാരികളാണെങ്കിൽ ഇവിടെ വളരെ ശാന്തമായി നിൽക്കുന്നു. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് എന്തായാലും കുളിക്കാൻ പറ്റില്ല, കൊടും തണുപ്പാണ്. അത് ഈ കാല് ഈ വെള്ളത്തിൽ വെക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു തണുപ്പ് നമ്മുടെ തലച്ചോറ് വരെ എത്തും. പക്ഷേ ഒരു സ്ഥലത്തെത്തുമ്പോൾ ആ ഒരു വെള്ളം കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ സ്കോട്ട്ലൻഡിൽ അധികമാരും ട്രാവൽ ചെയ്യാത്ത ലോക്ക് ബ്രാൻഡി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ഞങ്ങളുടെ ചെറിയൊരു യാത്രയുടെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ക്യാമറാമാൻ നിബുവിനോടൊപ്പം സനത് ജോൺ.